ഗുഡ് മോർണിംഗ് ഓൾ. ഈറ്റ് ഫ്രോഗ് എന്ന സെന്റൻസിന്റെ അർത്ഥം ഇപ്പൊ തന്നെ പോയിട്ട് നല്ലൊരു മുഴുത്ത തവളനെ പിടിച്ച് കഴിക്കാനല്ല കേട്ടോ. പകരം നിങ്ങൾ എപ്പോഴും മാറ്റി വെക്കുന്ന നിങ്ങൾക്ക് ഡ്രെഡഡ് ആയിട്ടുള്ള ആ ഒരു ടാസ്കിലെ അത് ഇപ്പൊ തന്നെ ചെയ്യുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബോറടിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് ഇല്ലേ, അത് ഇപ്പൊ തന്നെ പഠിക്കുക. അതിനുള്ള ടിപ്സും ട്രിക്സും ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ചൂസ് ആൻഡ് ആപ്പ് ടൈം ടു സ്റ്റഡി. നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതലും സമാധാനപരമായിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ബോറടിക്കുന്ന സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് നിങ്ങൾ എടുക്കാവൂ. ദെൻ റീഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഒന്നും മനസ്സിലാവത്തില്ല, സ്വാഭാവികം. സ്പോട്ട് തന്നെ എണീറ്റ് പോകും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും. പോകുന്നതിന് മുന്നേ ജസ്റ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ, വൈ ഐ ആം ഗെറ്റിംഗ് ബോർഡ്. ദ ആൻസർ ഇസ് ക്വൈറ്റ് സിമ്പിൾ, ബിക്കോസ് യു ഡിഡ്ന്റ് ഗെറ്റ് ദ കൺസെപ്റ്റ് ബിറ്റ്വീൻ ദ ലൈൻസ്. അതായത് വരികൾക്കിടയിലുള്ള അർത്ഥങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ. മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ച ഒരു സൂപ്പർ ത്രില്ലർ മൂവി സെക്കൻഡ് ഹാഫിന് ശേഷം പോയി കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും മനസ്സിലാവത്തില്ല. അത് എത്ര നല്ല കഥയാണേലും നമുക്കത് ബോറടിക്കും. ദ സെയിം തിങ് ഇസ് ഹാപ്പനിങ് ഹിയർ. വി ഡിഡ്ന്റ് ഗെറ്റ് ദ സ്റ്റോറി ബിറ്റ്വീൻ ദ ലൈൻസ്. സോ അതിന് വേണ്ടിയിട്ട് ചൂസ് ദ ഫസ്റ്റ് ചാപ്റ്റർ, ഡിവൈഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ടു സിമ്പിൾ സ്മോൾ സെഷൻസ്, ദെൻ റീഡ് ദ ഫസ്റ്റ് സെഷൻ വിത്ത് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫസ്റ്റ് സെഷൻ വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഡൗട്ട് സ്പോട്ട് തന്നെ ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നോക്കാം, അല്ലെങ്കിൽ സബ്ജക്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം, ഇതല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഡൗട്ട് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക. ഡൗട്ട് ക്ലിയർ ചെയ്തതിനു ശേഷം റീഡ് ദ സെയിം സെഷൻ എഗൈൻ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ കത്തും. ആ കത്തുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ നിങ്ങളെ എക്സാമിന്റെ സമയത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പൊ മാത്സ് ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. മാത്സ് ആണ് പഠിച്ചെങ്കിൽ മാത്സിലെ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഫിസിക്സ് ആണ് പഠിച്ചെങ്കിൽ ഫിസിക്സിന് വിഷ്വലൈസേഷൻ വളരെയധികം ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് പഠിച്ചതെങ്കിൽ യു ക്യാൻ ഇമാജിൻ ദാറ്റ് charges flowing through the wire, current is producing where the electrical energy is converted into mechanical energy. അത്രയും കാര്യങ്ങൾ വരെ നമുക്ക് ആലോചിച്ചെടുക്കാം. സിമിലർലി നമ്മൾ എന്ത് പഠിക്കുന്നു അത് നേച്ചറുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് പഠിക്കുക. ആൻഡ് ദെൻ ബി കൺസിസ്റ്റന്റ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ചിലപ്പോൾ 4th 5th മൊഡ്യൂൾ ഉണ്ടാവും, യൂണിറ്റ് ടെസ്റ്റ് നടക്കുന്നുണ്ടാവും, മാർക്ക് കുറയും. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന മൊഡ്യൂൾ ഏതാണോ ആ മൊഡ്യൂളിലെ ഏത് സെഷൻ ആണോ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. സോ ദാറ്റ് ഗ്രാജുവലി യു വിൽ റിയലൈസ് ദ ബ്യൂട്ടി ബിറ്റ്വീൻ ദ ലൈൻസ്. താങ്ക് യു.